നമസ്കാരം. ഇന്ന് 2024 ഒക്ടോബർ 8 ചൊവ്വ. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. ഉറച്ച നിലപാടാണ്, വാക്ക് പാലിക്കാനാണ്. ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയിരുന്നു. ADGP മനോജ് എബ്രഹാമിന് ആ ചുമതല കൈമാറി. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷക സംഘമാണ് അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിച്ചത്. റിപ്പോർട്ട് മേശപ്പുറത്ത് വന്ന് ഒട്ടും താമസിയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. ആരോപണം ഉയർന്ന ഘട്ടത്തിലും വിവിധ പാർട്ടികളുടെ നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച ഘട്ടങ്ങളിലും പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും സത്യത്തിന്റെ കണിക പോലും ഇല്ലാതെ പച്ചക്കള്ളങ്ങൾ പ്രചരിച്ചപ്പോഴും മുഖ്യമന്ത്രിയും LDFും ഒട്ടും ചാഞ്ചല്യമില്ലാതെ പറഞ്ഞ വാക്കാണ് നടപ്പാക്കിയത്. ആരോപണം ഉന്നയിക്കുന്നത് ആരെന്നത് പരിഗണിക്കാതെ വസ്തുതാപരമായി കാര്യങ്ങൾ അന്വേഷിക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ എത്ര ഉന്നതനായാലും നടപടിയെടുക്കും. പോലീസ് തലവൻ ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ തന്നെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത് വഴി ഇക്കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള അലംഭാവമോ വിട്ടുവീഴ്ചയോ ഇല്ലെന്ന് മാത്രമല്ല, ഒരാളോടും പ്രത്യേക മമതയില്ലെന്നു കൂടിയാണ് സർക്കാർ തെളിയിച്ചത്. ADGP എന്തിന് RSS നേതാക്കളെ കണ്ടുവെന്നത് അന്വേഷിക്കണമെന്ന ആദ്യം മുതലേ തന്നെ സർക്കാരും LDFും എടുത്ത നിലപാടാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിനും മറ്റും അതിന്റേതായ ചട്ടവും ക്രമവും ഉണ്ടെന്ന് അറിയാത്തവരല്ല പ്രതിപക്ഷവും അവരെ കണ്ണുകെട്ടിയ വിധം പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും. കൃത്യമായ കാരണം കണ്ടെത്തിയാൽ ഒരു നിമിഷം പോലും നടപടി വൈകില്ലെന്നതിന്റെ തെളിവാണ് പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിന്റെ സസ്പെൻഷൻ. തെറ്റ് ചെയ്തതായി കണ്ടെത്തിയ പോലീസുകാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കുമെതിരെ എടുത്ത നടപടികളുടെ പരമ്പര തന്നെ സർക്കാരിന് പറയാനുണ്ട്. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതോടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ആഴ്ചകളായി മാധ്യമങ്ങളും പ്രതിപക്ഷവും പ്രചരിപ്പിച്ച അപവാദങ്ങളും അധിക്ഷേപങ്ങളും അവരെ തന്നെ തുറച്ചു നോക്കുകയാണ്. തങ്ങൾ ഉന്നയിക്കുന്ന പരാതിയിന്മേൽ ശരിയായ അന്വേഷണം നടത്തി നടപടി ഉണ്ടാകുക എന്നതല്ല, മുഖ്യമന്ത്രിയെയും CPMനെയും എങ്ങനെയും അധിക്ഷേപിക്കലാണ് പരാതിക്കാരനും പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കുമുള്ള താല്പര്യമെന്ന് പകൽ പോലെ വ്യക്തം. ഇത് കേരളത്തിലെ പ്രതിപക്ഷവും CPM വിരുദ്ധ മാധ്യമങ്ങളും തുടർന്നു പോരുന്ന സമീപനമാണ്. വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യത്തെയും അനുകൂലിക്കാത്ത ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുഖ്യമന്ത്രിയെ മോശക്കാരനാക്കാമെന്ന വ്യാമോഹത്തിന്റെ ശൂന്യാകാശത്താണ് വിഹരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ തിങ്കളാഴ്ച നിയമസഭയിൽ നടന്ന കാര്യങ്ങളും അതിന്റെ തുടർച്ചയാണ്. ഏതെങ്കിലും പ്രത്യേക പ്രദേശത്തെ മോശമായി ചിത്രീകരിച്ച ചരിത്രമില്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചുമലിൽ അങ്ങനെ ഒരു മാറാപ്പ് കൂടി ചാർത്താമെന്ന ദ്രോഹകരവും നികൃഷ്ടവുമായ ചിന്തയാണ് പ്രതിപക്ഷത്തിന്. വസ്തുത ജനം അറിയണമെന്ന വാശിയോടെ തന്നെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി പ്രതിപക്ഷം. പറയാനുള്ളതെല്ലാം സൃഷ്ടമായി അവതരിപ്പിക്കാൻ കാട്ടിയ സുവർണ അവസരം ഉപേക്ഷിച്ച് അവർ സഭ അലങ്കോലപ്പെടുത്തി. ADGP വിഷയത്തിൽ ഇനി മിണ്ടിയിട്ട് കാര്യമില്ലെന്ന് ബോധ്യമായതോടെയാണ് മലപ്പുറത്തെ അനാവശ്യ വ്യാഖ്യാനങ്ങളിലേക്ക് വലിച്ചെടുക്കാൻ പ്രതിപക്ഷം തുനിഞ്ഞത്. അതിലും സർക്കാരിന് മറച്ചുവെക്കാൻ ഒന്നുമില്ലായിരുന്നു. ADGP RSS നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരനായിട്ടാണ് എന്ന് പ്രചരിപ്പിച്ചവർ നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെയാണ് മറച്ചുവെക്കാൻ ശ്രമിച്ചത്. രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ ഉപയോഗിച്ച് ചരിത്രം LDFനുണ്ടെന്ന് തെളിയിക്കാൻ ഒരു വാർത്തയുടെ രൂപത്തിലുള്ള തെളിവ് പോലുമില്ല. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ പോലീസിനെ വ്യക്തി നേട്ടത്തിനും രാഷ്ട്രീയ നേട്ടത്തിനും ഉപയോഗിച്ചതിന്റെ ചരിത്രം വാർത്തകളായും മാത്രമല്ല പുസ്തകങ്ങളായും ഏറ്റുപറച്ചിലുകളായും കോൺഗ്രസ് നേതാക്കളുടെ വെളിപ്പെടുത്തലായി പോലുമുണ്ടെന്ന ചരിത്ര വസ്തുത മറ്റാരും മറന്നാലും ജനം മറക്കില്ലെന്നുകൂടി ഓർക്കുക. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.